ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മോമിക്കോം കേരള. അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രെഡും മുട്ടയും ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 2 ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അരമുറി തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയിലയാണ്. മല്ലിയില ഓപ്ഷണലാണ്. പിന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതുമാണ്. പിന്നെ നമുക്ക് വേണ്ടത് 2 ചെറിയ പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്. പിന്നെ ഞാനിവിടെ ഒരു 3 മുട്ട പുഴുങ്ങിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 സ്ലൈസ് ബ്രെഡ് സൈഡെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എടുത്തു വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അതും ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അതിനു വേണ്ടി ഒരു ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇതാ നമ്മുടെ സവാള ഇവിടെ പകുതി വഴന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഇനി ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റണം. ഇനി നന്നായി വഴന്ന് കഴിയുമ്പം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പം അങ്ങനെ നമ്മുടെ പൊടികളെല്ലാം ഇവിടെ നന്നായി മൂത്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തക്കാളി ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് മല്ലിയില ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ ഗ്രേവിക്ക് ഒരു തിക്നെസ്സിന് വേണ്ടി ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം അങ്ങനെ നമ്മുടെ മുട്ടയുടെ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് തണുക്കുന്നത് വരെ മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് ഇത് ഒരു ബോൾസ് ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം വെക്കുക. ഈ വെള്ളത്തിൽ ഇങ്ങനെ ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വെള്ളം നന്നായിട്ടൊന്ന് ഞെക്കി കളയുക. അതിനുശേഷം നമ്മുടെ മസാലക്കൂട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. വലിയ ഷേപ്പിലൊന്നും ഉരുട്ടിയെടുക്കണ്ട. നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരു ബോളാക്കി എടുത്താൽ മതി. പിന്നീട് നമ്മളിത് ശരിയായ രീതിയിൽ ആക്കിയെടുക്കുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കാം. നല്ലൊരു ഈവനിങ് സ്നാക്സാണിത്. നമ്മളിത് ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇത് തണുത്ത് കഴിഞ്ഞാൽ പോലും ഇതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പം നിങ്ങൾ വൈകുന്നേരമൊക്കെ ഒരു വെറൈറ്റിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുക. ബോളിൻ്റെ ഷേപ്പ് ആയില്ലല്ലോ എന്ന് ഓർത്തൊന്നും ആരും വിഷമിക്കേണ്ട. ലാസ്റ്റിൽ നമ്മളത് ആക്കിയെടുക്കും. അങ്ങനെ ബാക്കി ഉണ്ടായിരുന്ന ബ്രെഡെല്ലാം ഞാൻ ഇതുപോലെ ബോളാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ. ഇനി നമ്മൾ എടുത്തു വച്ചിരുന്ന ബ്രെഡ് ക്രംസിലേക്ക് ഓരോ ബ്രെഡ് ബോൾസ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ കൈകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇട്ട് ഒന്ന് ഉരുട്ടി കൊടുക്കുക. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ബോൾസ് എല്ലാം ഒരുമാതിരി നല്ല ബോളിൻ്റെ ഷേപ്പിലായി കിട്ടും. ഇത് കണ്ടില്ലേ, ഇപ്പം നല്ല ബോൾ ഷേപ്പായി കിട്ടി നമുക്കിത്. അപ്പോൾ ഇങ്ങനെ ലാസ്റ്റിൽ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കൊരു ഫ്രൈയിങ് പാൻ സ്റ്റൗവിൽ വെച്ച് ഈ ബോൾസ് എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫ്ലെയിമാണ്. ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, അതുപോലെ തീരെ ലോ ഫ്ലെയിമിലും ഇടരുത്. ഏറ്റവും നല്ലത് മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വേഗം ഫ്രൈ ആയി കിട്ടുന്നതാണ്. 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ബോൾസ് ഇവിടെ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ സമയം നമുക്കിത് കോരിയെടുക്കാം.
ഇതപ്പോൾ അങ്ങനെ നമ്മുടെ വളരെ ഈസി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. നമ്മളിത് ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ വളരെ ക്രിസ്പിയാണ്. പുറം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റുമാണ്. എല്ലാവർക്കും ഇത് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.